നമസ്കാരം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പക്ക ഡിറ്റക്റ്റീവ് സിനിമയെ പോലും തോൽപ്പിക്കുന്ന യഥാർത്ഥ ഓപ്പറേഷന്റെ കഥയാണത്. വി ഡി സതീശൻ മന്ത്രിസഭ അധികാരത്തിലേറ്റ ശേഷം ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് ഉണ്ടായിട്ടുള്ള കേരള പോലീസിൽ സംഭവിച്ചിട്ടുള്ളൊരു കഥ. കോഴിക്കോട് പന്തീരങ്കാവിൽ നിന്ന് തുടങ്ങി ഗോവയും മഹാരാഷ്ട്രയും ഒക്കെ കടന്ന് രാജസ്ഥാനും ഒക്കെ താണ്ടി ഒടുവിൽ ഇപ്പോൾ നേപ്പാൾ അതിർത്തിയിൽ തമിഴ്നാട്ടിലും ഒക്കെ ചെന്ന് അവസാനിച്ചിട്ടുള്ള ഒരു ത്രില്ലർ വേട്ട. നമ്മുടെ നാട്ടിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ബുദ്ധിശക്തി, കേരള പോലീസിൻ്റെ ബുദ്ധിശക്തിയും അവരുടെ അർപ്പണബോധവും, പണിയെടുക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും അർപ്പണബോധത്തോടുകൂടി ഈ കേരളത്തെ നിലനിർത്തും, കേരള മക്കളെ സംരക്ഷിക്കുമെന്ന ബോധമുള്ള പോലീസുകാർ, അവരുടെ അർപ്പണബോധവും അതിസാഹസികതയും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് ഓരോ മലയാളിയും നെഞ്ചുവിരിച്ച് നിന്ന് കേൾക്കേണ്ട ഒരു സംഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്നത്. എല്ലാം തുടങ്ങുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ 23-നാണ്. അന്ന് കോഴിക്കോട് പന്തീരങ്കാവിൽ എൻ്റെ വീടിൻ്റെ ഏകദേശം കിലോമീറ്റർ അടുത്താണ് 3 കോടി രൂപയിലധികം വില വരുന്ന 3 കിലോ MDMA-യുമായി അന്വേഷണ സംഘം 2 പേരെ പിടികൂടുന്നു. ഇതാണ് ഇതിൻ്റെ തുടക്കം. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഷെഫീഖ്, ആ ഷെഫീഖിനൊപ്പം ഉണ്ടായിരുന്ന രണ്ടാമത്തെ വ്യക്തി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള, അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന റംഷാദായിരുന്നു. പിടികൂടിയിട്ടുള്ള ലഹരിയുടെ അളവ് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ചില്ലറക്കാരല്ല എന്നും വലിയ ഒരു അന്തർ സംസ്ഥാന മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും പോലീസുകാർക്ക് മനസ്സിലായി. സാധാരണ ഇത്തരം കേസുകൾ സംഭവിക്കാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലഹരിയുമായി പിടിക്കപ്പെടുന്ന കരിയർമാരെ അറസ്റ്റ് ചെയ്ത് കേസ് അവിടെ അവസാനിക്കും. അവരെവിടെ നിന്ന് കൊണ്ടുവന്നതിന് പിന്നാലെ പോകില്ല. ഇവരെ അറസ്റ്റ് ചെയ്തു, അവരെ ജയിലിലാക്കി, കുറേ കഴിയുമ്പോൾ ഒരു ജാമ്യത്തിൽ ഇറങ്ങും. അത് കഴിയും വീണ്ടും കച്ചവടം അവർ തന്നെ വീണ്ടും തുടങ്ങും. ഇതായിരുന്നു ഇതിൻ്റെ അവസ്ഥ. എന്നാൽ ഈ കേസ് അവിടെ നിന്നില്ല. കാരണം ഒന്ന് വലിയ അളവിലാണ് കിട്ടിയത്. മാത്രമല്ല ഇതിൽ എന്തൊരു അസ്വാഭാവികത പോലീസുകാർക്ക് മണക്കുകയും ചെയ്തു. ഇത് ഇങ്ങനെ വിട്ടുകളയാനുള്ളൊരു കേസല്ല എന്ന് മനസ്സിലായി. അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കർശനമായ ഒരു നിർദ്ദേശം കൂടി വന്നു. ഈ ലഹരി എവിടെ നിന്നാണോ തുടങ്ങിയത് ആ ഉറവിടത്തിൻ്റെ അവസാന കണ്ണിവരെ പോയിട്ട് അവരെ വേരറുത്തിട്ട് മാത്രം ഇതിൻ്റെ അന്വേഷണം നിർത്തിയാൽ മതി എന്നൊരു തീരുമാനം. ഈ തീരുമാനമാണ് നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കേണ്ടിയിരുന്നത്. ഏതായാലും ഈ കേസിൽ ആ തീരുമാനമെടുത്തു. അങ്ങനെ കഴിഞ്ഞ ഏപ്രിൽ 25-ന് അന്വേഷണത്തിനായിട്ട് ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു. 2 അസിസ്റ്റന്റ് കമ്മീഷണർമാർ, ഒരു CI, 2 ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 12 പേരടങ്ങുന്ന മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം ലഹരി കടത്താൻ ഉപയോഗിച്ചിട്ടുള്ള 3034 എന്ന നമ്പറിലുള്ള ക്രെറ്റ കാറിൻ്റെ RC ഉടമയായിട്ടുള്ള ഉമർ ഫാറൂഖിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അങ്ങനെയാണ് കളിയുടെ ഗതി അങ്ങോട്ട് മാറുന്നത്. ആദ്യ ചോദ്യം ചെയ്യലിൽ വലിയ വിവരങ്ങളൊന്നും വിട്ടു നൽകാൻ അയാൾ പറയാനൊന്നും അയാൾ തയ്യാറായില്ല. എന്നാൽ നമ്മുടെ ഉദ്യോഗസ്ഥർ വിടൂല. കേരള പോലീസ് അങ്ങനെയാണല്ലോ. അയാളുടെ ഫോൺ ഡാറ്റകൾ, അയാളുടെ കോൾ റെക്കോർഡ്സ് ഒക്കെ അരിച്ചു പെറുക്കി, സോഷ്യൽ മീഡിയയൊക്കെ അരിച്ചു പെറുക്കി, ഓരോ നമ്പരും അതിൻ്റെ ലൊക്കേഷനുകളൊക്കെ എല്ലാം ഒത്തുനോക്കി അവസാന കള്ളങ്ങൾ ഓരോന്നായി പൊളിഞ്ഞതോടെ ഉമർ ഫാറൂഖിനെ 3-ാം പ്രതിയായി അറസ്റ്റ് ചെയ്തു. തത്ത പറയുന്നത് പോലെ പിന്നീട് അയാളിൽ നിന്ന് പൂർണ്ണമായിട്ട് അതിൻ്റെ വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അയാളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർണായകമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം സംസ്ഥാനത്തെ നേരെ പുറത്തേക്ക് പോയി. സാധാരണ ഇതിൻ്റെ ഉള്ളിൽ ജില്ല വിട്ട് നീങ്ങുന്നതല്ല, പക്ഷേ ഇത് സംസ്ഥാനം കടന്ന് പുറത്തേക്ക് പോയി. ഈ സംഘത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണി അയാൾ ഗോവയിലുണ്ട് എന്നായിരുന്നു ആദ്യം കിട്ടിയ സൂചന. ഒട്ടും സമയം കളഞ്ഞില്ല. സംഘം 2ആയിട്ട് തിരിഞ്ഞു. അതിൽ ഒരു ഭാഗം 3 പേർ ട്രെയിനിലും 3 പേർ ജീപ്പിലുമായിട്ട് അർദ്ധരാത്രിയിൽ തന്നെ ഗോവയിലെ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ചു പിടിച്ചു. എന്നാൽ എവിടെയും നമുക്കറിയാമല്ലോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോർന്നു പോകാറുണ്ട്. പോലീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ അല്ലെങ്കിൽ ഇവരുടെ ബാക്കി സുഹൃത്തുക്കളോ എങ്ങനെയായാലും ശരി, ഇത് ചോർന്നു. ഈ പോലീസുകാർ മഡ്ഗോവയിലെത്തിയപ്പോൾ ഈ പ്രതി അവിടെ നിന്ന് മുങ്ങി. അയാൾ അപകടമാണ് തെരഞ്ഞ് അവിടെ നിന്ന് മുങ്ങി. പക്ഷേ നമ്മൾ കേരള പോലീസ് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഏത് കൊമ്പനെ എവിടെ ആയിക്കഴിഞ്ഞാലും പൊക്കിക്കൊണ്ടുവരും. അതാണ് നമ്മുടെ ഒരു പോലീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മിടുക്കന്മാരായിട്ട് പോലീസ് തന്നെയാണ്. അവർ അയാളുടെ നീക്കങ്ങളെല്ലാം കൃത്യമായിട്ട് പിന്തുടർന്നിട്ട് മഹാരാഷ്ട്രയിലെ കങ്കാവളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചിട്ട് വളഞ്ഞിട്ട് ആളെ അങ്ങ് തൂക്കി. എവിടെ മഡ്ഗോവെന്ന് പിടിക്കാൻ പോയ ആളെ മഹാരാഷ്ട്രയിൽ പോയി പോക്കി. മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ ബിലാൽ ആയിരുന്നു പിടിയിലായ ആ വ്യക്തി. പേരൊക്കെ അതിമനോഹരമാണ് കേൾക്കാൻ, അല്ലേ? മുഹമ്മദ് ബിലാൽ. ആ പേരിൻ്റെ ഒരു മഹത്വം ഓരോ മുസ്ലിമും ഹൃദയത്തിൽ കൊണ്ടുവയ്ക്കുന്ന പേരാണ്. ആ പേരിനെയാണ് ഒരു ആറാം പുറന്നവൻ ഈ കൊലത്തിൽ ആക്കി വെച്ചെന്ന് മനസ്സിലാക്കണം. പോട്ടെ, ഏതായാലും ബിലാലിനെ പിടികൂടി വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥ പോലും ഞെട്ടിയിട്ടുള്ള മറ്റൊരു സത്യം പുറത്തു വരുന്നത്. ഹോൾസെയിൽ കച്ചവടം നടത്തുന്ന 2 ലഹരി കേസുകളിൽ ദീർഘകാലമായിട്ട് അന്വേഷണ ഏജൻസികളുടെ അടുത്തുനിന്ന് മുങ്ങി നടക്കുന്ന പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള അതീവ അപകടകാരിയായിട്ടുള്ള പിടികിട്ടാപ്പുള്ളിയാണ് ഈ ബിലാൽ എന്ന് പറയുന്നത്.
ചില്ലറക്കാരനല്ല. ഇയാളെ കേരളത്തിൽ എത്തിച്ചിട്ട് ഒന്നാം പ്രതിയായ ഷഫീഖിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തതോടെ ലഹരിയുടെ കയങ്ങളിലേക്ക് ഇതുവരെ പോലീസ് കാണാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത വഴി തെളിഞ്ഞു വരികയാണ്. രണ്ടാളും ചേർന്നിട്ടാണ് രാജസ്ഥാനിലെ ജയ്പൂരിൽ നേരിട്ട് പോയി വലിയ തോതിൽ ലഹരി മരുന്ന് ഡീലുറപ്പിച്ച് വാങ്ങിയത് എന്ന് അവിടെ തെളിഞ്ഞു. ഇനി ജയ്പൂരിലേക്ക് പോകണം. ഇപ്പോൾ ജയ്പൂർ ഒരു പുതിയ സ്ഥലം വന്നല്ലോ, രാജസ്ഥാനിൽ. ജയ്പൂരിലേക്ക് പോയി തെളിവെടുപ്പ് നടത്തണം. ഒപ്പം മുഖ്യ സൂത്രധാരനെ കണ്ടെത്താൻ വേണം. അതിനായിട്ട് വടകര കോടതിയെ സമീപിച്ചിട്ട് പ്രതികളെ 15 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി. സാധാരണ 15 ദിവസത്തേക്ക് കിട്ടൂല, മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ കോടതി 15 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ കൊടുത്തു. തുടർന്ന് 5 പേർ വീതമുള്ള 2 ടീമുകളായിട്ട് തിരിഞ്ഞ് 2 ജീപ്പുകളിലായിട്ട് പ്രതികളെ നടുവിലിരുത്തി കേരളത്തിൽ നിന്ന് നേരെ ജയ്പൂരിലേക്ക് ഐതിഹാസികമായിട്ടുള്ള ഒരു യാത്ര. 5000-ഓളം കിലോമീറ്റർ, മനസ്സിലാക്കണം, വെറുമല്ല. ഇതിൻ്റെ വേരിറക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയപ്പോൾ 5000-ഓളം കിലോമീറ്ററിൽ താണ്ടിയിട്ടുള്ള അതിസാഹസ്യമായ ഒരു റോഡ് യാത്ര. ഒന്ന് സങ്കല്പിച്ച് നോക്കുക എന്താണെന്നുള്ളത്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം 600 കിലോമീറ്റർ ചില്ലാണ് ഗോവയിലേക്ക് വണ്ടി ഓടിച്ച് ചടച്ചു. സത്യം പറഞ്ഞാൽ 600 കിലോമീറ്റർ പോയപ്പോഴേക്കും. അപ്പോൾ ഇവർ 5000 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോയെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കണം കേരള പോലീസിന്. രസം അതല്ല, ഏതാണ്ട് 10,000 കിലോമീറ്റർ പോകുന്നുണ്ട്. ഈ പോകുന്ന വഴിയിലുടനീളം ഈ കൊണ്ടുപോകുന്ന പ്രതികൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കള്ളക്കഥകളും പറഞ്ഞു. എന്നാൽ പ്രതികൾ സഞ്ചരിച്ച വഴികളിലെ ആയിരക്കണക്കിന് മൊബൈൽ ടവർ ലൊക്കേഷനുകളെല്ലാം കൂടെ ഒന്ന് ഒത്തുനോക്കി. പോലീസ് വെറുതെ ഡയലോഗ് അടിച്ചാൽ മാത്രം പോരല്ലോ. ടോൾ പ്ലാസകളിലെ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു. അവർ കയറിയ ഓരോ ലോഡ്ജുകളും ചായ കുടിക്കാൻ നിർത്തിയിട്ടുള്ള തട്ടുകടകൾ വരെ അരിച്ച് പെറുക്കി പരിശോധിച്ചു. മുമ്പ് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഓരോ മണൽത്തരിയും അരിച്ചു പെറുക്കി എന്ന് പറയുന്ന പോലെ മുഴുവനായിട്ട് അരിച്ചു പെറുക്കി തെളിവുകൾ ഒന്നൊന്നായി ഇവർ ശേഖരിച്ചു. സ്വന്തം കള്ളത്തരങ്ങൾ പൊളിയുന്നത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന ഈ കൊടും കുറ്റവാളികൾ ഭയന്ന് വിറച്ചുപോയി. കാരണം അവർ പറയുന്ന കഥകൾ, അവർ ഇറക്കി വിടുന്ന കഥകളൊക്കെ പൊളിഞ്ഞടുങ്ങാണ്. കൃത്യമായൊരു പ്ലാൻ അവരുടെ കയ്യിലുണ്ട്, അത്യാവശ്യം വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതുമായി വിയോജിക്കുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പോലീസിന് എളുപ്പമാണ്. എന്നാൽ യഥാർത്ഥ കഥ പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ പോലീസിനെ വട്ടം ചുറ്റിക്കാമായിരുന്നു. ഏതായാലും ജയ്പൂരിലെത്തി ഈ പ്രതികൾക്ക് മയക്കുമരുന്ന് കൈമാറിയിട്ടുള്ള മുഖ്യപ്രതിയായിട്ടുള്ള ഹിരൺ എന്ന ആളെയും അയാൾ താമസിക്കുന്ന ആഡംബര അപ്പാർട്ട്മെൻറ്റും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. എന്നാൽ അവിടെയുമുണ്ട് വിഷയം. പോലീസ് തൻ്റെ ഫ്ലാറ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയ നിമിഷം തന്നെ ആ വിവരം ചോർന്ന് ഹിരൺ അവിടെ നിന്ന് മുങ്ങി. ഈ മയക്കുമരുന്നിൻ്റെ അളവ് കേൾക്കുമ്പോഴാണ് നിങ്ങൾ എന്തിനാണ് കേരള പോലീസ് ഇത്ര തിടുക്കപ്പെട്ട് പോകണമെന്ന് മനസ്സിലാകുന്നത്. ഒരൊറ്റ മാസത്തിൽ 20 കിലോയോളം MDMA വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിക്കുന്ന വമ്പൻ സ്രാവായിരുന്നു ഹിരണെന്ന് മനസ്സിലാക്കണം. ചെറിയ ആളൊന്നും ആയിരിക്കില്ല. അയാളെ സ്വാധീനം എവിടേക്ക് ഉണ്ടാവുമെന്ന് ചിന്തിച്ചാൽ മതി. ഫ്ളാറ്റിലുണ്ടായിരുന്ന അയാളുടെ കൂട്ടാളികളെ അതിവിദഗ്ധമായിട്ട് കസ്റ്റഡിയിലെടുത്ത് വാട്സപ്പ് ചാറ്റുകളെല്ലാം പരിശോധിച്ചപ്പോഴാണ് പുതിയ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. അതായത് ഹിരൺ ഇന്ത്യ വിടാൻ സാധ്യതയുള്ള വെസ്റ്റ് ബംഗാളിലെ നേപ്പാൾ അതിർത്തിയായിട്ടുള്ള സിലിഗുരിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന്. അതായത് അവിടെ അയാൾക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. ഏതായാലും അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു ഈ പോയ പോലീസ് സംഘം, ഈ ദൗത്യ സംഘം. വളരെ നിർണായകമായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു തീരുമാനം. ഈ പിടികൂടിയ പ്രതികളുമായി 6 പേര് ജീപ്പിൽ നേരെ തിരികെ കേരളത്തിലേക്ക് തിരിച്ചു. അതേസമയം യൂണിഫോം പോലും ഇല്ലാത്ത 3 ഉദ്യോഗസ്ഥർ, മനസ്സിലാക്കണം, സിവിൽ ഡ്രസ്സിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രത്യേക അനുമതിയോടെ അവിടെ നിന്ന് നേരിട്ട് നേപ്പാൾ അതിർത്തിയായ സിലിഗുരിയിലേക്ക് വിമാനം കയറി. ഒരു നിമിഷം വൈകിയാൽ ഹിരണിനെ പിന്നെ ഒരിക്കലും കിട്ടില്ല എന്നതുകൊണ്ട് തന്നെ സിലിഗുരിയിൽ എത്തിയപ്പോഴാകട്ടെ അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഭരണമാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പ്രാദേശിക പോലീസിൻ്റെ ഒരു വിധത്തിലുള്ള സഹായം ഈ പോലീസുകാർക്ക് ലഭിച്ചില്ല. ആ അതിർത്തി മേഖലയിൽ നമ്മുടെ 3 ഉദ്യോഗസ്ഥർ അവർ വിനോദസഞ്ചാരികളായി അഭിനയിച്ച് അവർ ആ 2 ദിവസം ക്യാമറയും ബാഗും ഒക്കെ ആയിട്ട്, അതായത് പക്കാ ടൂറിസ്റ്റുകളായിട്ട് അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അതീവ രഹസ്യമായി ഹിരണിൻ്റെ ഒളിത്താവളമായ ലോഡ്ജ് അവർ കൃത്യമായി കണ്ടെത്തി. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള ഈ കൊടും കുറ്റവാളിയെയും അയാളുടെ സഹായവുമൊക്കെ ഒരു പഴുതും നൽകാതെ അവർ അവിടെ വെച്ച് സാഹസ്യമായിട്ട് തൂക്കിയെടുത്തിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് കേരളത്തിലേക്ക് അങ്ങോട്ട് പറന്നു. അതായത് പിന്നെ റോഡ് മാർഗമൊന്നുമില്ല, നല്ല വിശാലമായ ഫ്ലൈറ്റ് യാത്രയൊക്കെ ഈ പ്രതികൾക്കൊരുക്കി നേരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഈ വേട്ടയുടെ മറ്റൊരു അധ്യായം നടന്നത് തമിഴ്നാട്ടിലാണ്. ഈ വൻ ലഹരി മരുന്ന് ശൃംഖലയുടെ പ്രധാന കണ്ണികളിൽ ഒരാളായിട്ടുള്ള റംഷിയ എന്നൊരു പെണ്ണുണ്ട്. 20 വയസ്സ് മാത്രമേ ഉള്ള പെണ്ണിനെ, മനസ്സിലാക്കണം, ചെറുപ്പക്കാരി, വെറും 20 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെണ്ണ്. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് വളരെ രഹസ്യമായി, അതീവ രഹസ്യമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന റംഷിയതയെ പൊക്കി. ഇവരെ പിടികൂടാനായിട്ട് നമ്മുടെ സേന അതിവിദഗ്ധമായ മറ്റൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. 2 വനിതാ ഉദ്യോഗസ്ഥർ വേഷം മാറിയിട്ട് തെങ്കാശിയിലെത്തി.
വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾക്ക് സർക്കാർ പുതിയ ചില സാമ്പത്തിക ആനുകൂല്യങ്ങളും ധനസഹായങ്ങളും ഒക്കെ നൽകുന്നുണ്ടെന്നും അത് ശരിയാക്കിത്തരാം, ഇത് ശരിയാക്കിത്തരാം എന്നൊക്കെ വിശ്വസിപ്പിച്ചിട്ട് അവർ റംഷിദയെ സമീപിച്ചിട്ട് പരിചയപ്പെട്ടു. യാതൊരു സംശയത്തിനും ഇട നൽകാതെ അവരുടെ വിശ്വാസം നേടിയെടുത്തിട്ടുള്ള ഈ വനിതാ ഉദ്യോഗസ്ഥർ തന്ത്രപരമായിട്ട് റംഷിദയെ തെങ്കാശിയിൽ വെച്ച് തൂക്കിയെടുത്ത് നേരെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എങ്ങനെയുണ്ട് നമ്മുടെ പോലീസ് സേന? ആണായാലും പെണ്ണായാലും തൂനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നടക്കുമെന്ന് മനസ്സിലായില്ലേ? ഏതായാലും ഹിരണും ബിലാലും ഷഫീഖും ഉമർ ഫാറൂഖും റംഷാദും റംഷിദയും അടക്കം മൊത്തം 9 പ്രതികളെയാണ് ഈ ഒരൊറ്റ കേസിൽ നമ്മുടെ പോലീസ് സേന, കേരളത്തിൻ്റെ പോലീസ് സേന അതിസാഹസ്യമായി ഇരുമ്പഴിക്കുള്ളിലാക്കിയത്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത അതിർത്തി ഗ്രാമങ്ങളിൽ പോയിട്ട് പോലീസിൻ്റെ ഒരു സേവനം പോലും കിട്ടാത്ത, ഒരു സഹകരണം പോലും കിട്ടാത്ത ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ അതിവിദഗ്ധമായ തന്ത്രങ്ങളിലൂടെ വമ്പൻ ക്രിമിനലുകളെ ഓരോരുത്തരെയായി കുടുക്കിയ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിച്ചിട്ടുള്ള ഈ അർപ്പണബോധം ഒരു ഹോളിവുഡ് സിനിമയെ പോലും വെല്ലുന്നതാണ്. ഓരോ മലയാളിക്കും അഭിമാനത്തോടെ പറയാം, നിയമപരിപാലന രംഗത്ത് നമ്മുടെ സേനയുടെ മിടുക്ക്, കേരള പോലീസിന്റെ മിടുക്ക് അതൊന്ന് വേറെ തന്നെയാണ്. Different angles. Don't forget to subscribe and support this channel.